അപ്പൊ നരകത്തിൽ നിന്ന് മോചനപത്രം ലഭിക്കണം. അതിനുവേണ്ടി നമ്മുടെ മക്കളെ തയ്യാറെടുക്കുന്നതിന് ഒന്നാമതായി മക്കൾക്ക് കൊടുക്കേണ്ടതാണ് ഈമാൻ. ഇല്ലല്ലദീന ആമനു, വിശ്വാസം നമ്മളുടെ മക്കളുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കണം. ഇന്ന് മക്കളുടെ ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവണതകൾ മക്കൾ തന്നെ ചെയ്തു വരികയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ധാരാളമുണ്ട്. ഈമാനില്ലാത്തവരായി നമ്മുടെ മക്കൾ മാറി. പ്രേമവും പ്രേമ നൈരാശ്യങ്ങളും ഒക്കെയായി നമ്മുടെ മക്കളുടെ ജീവിതം കെട്ടുപെണ്ണിന് കിടക്കാൻ. പ്രേമിക്കുമ്പോ യാതൊരു കൂസലുമില്ലാത്ത രീതിയിലേക്കായി പോവാൻ. ഈമാനും ഇസ്ലാമും ഇല്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ സഹോദരിമാർക്കിടയിലും സഹോദരങ്ങൾക്കിടയിലും ആ വിഷയത്തിൽ വരിക. ഈമാൻ കളഞ്ഞു കുളിക്കുക. മാതാപിതാക്കൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കൈമാറി തന്നതാകുന്ന മഹനീയമായ ഏറ്റവും അമൂല്യമായ മൂല്യവത്തായ ഒന്നാണ് ഹിദായത്ത്. ആ വെളിച്ചത്തെ കെടുത്തിക്കളയാൻ നിസ്സാരമായി ശ്രമിക്കുന്നു ഇന്നത്തെ തലമുറ. ഉദാഹരണം, ഒരുത്തനുമായി പ്രണയത്തിലായി, അവന് മതവും ഇല്ല, നിരീശ്വരവാദിയായി നടക്കുന്നതാണ് എങ്കിൽ അവനിലേക്ക് ചേരാൻ നമ്മുടെ സഹോദരിമാർ തയ്യാറാവുകയാണ്. ഒരു പെണ്ണ് നല്ല സുന്ദരിയായ പെണ്ണാണ്, അവളെ വിവാഹം കഴിക്കാൻ ലക്ഷ്യം വെക്കുന്നതായ ഒരു പുരുഷൻ, മുസ്ലിമായ സഹോദരൻ, അവൻ അവന്റെ മതം വിട്ട് മുർത്തദ്ദായി അവളിലേക്ക് ചേക്കേറാൻ വേണ്ടി ഇന്നത്തെ തലമുറ താല്പര്യം വെക്കാൻ. പഴയ കാലത്ത് അങ്ങനെയല്ല. ഹൃദയത്തിൽ ഈമാൻ രൂഢമൂലമായിരുന്നു, വിശ്വാസം എപ്പോഴും കൈമുതലായിരുന്നു. ഇന്ന് ചെറിയ ഒരു അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, നിഅമത്തിന് വേണ്ടി, ഈ ഭൗതിക ലോകത്തെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി ആഖിറത്തെ നഷ്ടപ്പെടുത്തുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറി. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. അത് നമ്മുടെ മാതാപിതാക്കൾ വളരെയേറെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മാതാപിതാക്കൾ മക്കളുടെ ഈമാനിന്റെ വിഷയത്തിൽ അവരുടെ രക്ഷകർത്താക്കളാകണം. അത് സംരക്ഷിക്കുന്നവരാകണം. അത് സംരക്ഷണം കൊടുക്കണം. വഹദിയാകുന്ന ഉമ്മു സലൈം ബീവി റളിയല്ലാഹു അൻഹാ വിവാഹം കഴിഞ്ഞു. ആദ്യ വിവാഹത്തിൽ തന്നെ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. വിധവയായി കഴിയുകയാണ് ഉമ്മു സലൈം ബീവി റളിയല്ലാഹു അൻഹാ. മഹദിയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ, മഹദി അവர்கள் വിധവയായി. ഭർത്താവ് മരിച്ചതാകുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞു വളരെ കുറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. പെട്ടെന്ന് ആര് മരിച്ചു? ഭർത്താവ് മരിച്ചു. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പഴയ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ അവളെ ഒന്നിനും വേണ്ടാത്തതായി എന്തോ ഒരു ശകനമുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ശരിക്കും ശ്രദ്ധിക്കണം ഇവിടെ. ഇന്നാണെങ്കിൽ അത് മാറിയിട്ടുണ്ട് അല്ലെ? മാറിയില്ലേ? മാറി. കല്യാണം കഴിഞ്ഞ് 1-2 ദിവസങ്ങൾക്കുള്ളിൽ ആര് മരിച്ചു? ഭർത്താവ് മരിച്ചു. എങ്കിൽ ആ പെണ്ണിനെ പറ്റി എന്ത് പറയുന്നു? പാവം പെണ്ണാൻ, അവക്കൊരു ഭാഗ്യം ഇല്ലാതായി, ഭർത്താവ് പെട്ടെന്ന് മരിച്ചു അല്ലേ? അങ്ങനെ പറഞ്ഞ് അവളെ വിവാഹം കഴിക്കൂലേ? വിവാഹം കഴിക്കും. എന്നാൽ ഇന്നും എന്തുണ്ട്? അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നമുക്കിടയിൽ തന്നെയുണ്ട്. രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞ് ആ രണ്ടാം വിവാഹം കഴിച്ചതാകുന്ന ഭർത്താവും 2 ആഴ്ചക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയി. ഉദാഹരണം പറയണം, അയാളും മരിച്ചു. മരിച്ചാൽ പിന്നെ 3ാമത്തെ വിവാഹത്തിന് അടുത്തയാള് തയ്യാറാവൂ? എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ തോന്നുന്നുണ്ട് എന്ന് പറയും. അവ 3ാമത്തെ വിവാഹം ഒരാൾ കഴിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആ ഭർത്താവും പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. അല്ലാഹു അത്തരത്തിലുള്ള വിപത്തുകൾ നമ്മളെ കാക്കട്ടെ. അങ്ങനെ നടന്നെന്ന് സങ്കല്പിക്കാം. എങ്കിൽ ആ പെണ്ണിനെ കുറിച്ച് 3ാമത് എന്താ പറയാ? ഇതൊക്കെ ഉടനെ തന്നെയാണ്, എല്ലാം ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ. ഒന്ന് കഴിഞ്ഞു, ഇദ്ദ കഴിഞ്ഞു, അടുത്തത് വീണ്ടും വരുന്നു, അതിന്റെ ഇദ്ദ കഴിയുന്നു, അടുത്തത് വീണ്ടും കെട്ടുന്നു, അടുത്തത്. ഇങ്ങനെ അടുത്തടുത്ത് തന്നെയാണ് സംഭവിച്ചത്. എന്തായിരിക്കും ആളുകൾ പറയും? എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയും. അപ്പൊ നമ്മളിലും എന്ത് പൂർണ്ണമായി മാറിയിട്ടില്ല? അന്ധവിശ്വാസങ്ങൾ മാറിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. എന്നാൽ ഇത് വളരെ കൂടുതലായി നിലകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ജാഹിലിയ കാലഘട്ടം. അന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ എന്തായി? ഭർത്താവ് മരണപ്പെട്ടു പോയി, വിധവയായി. അങ്ങനെ നിലകൊള്ളുന്ന സമയം ഒരാളും വിവാഹാലോചനയ്ക്ക് വരാതിരിക്കുന്ന ഘട്ടത്തിൽ മക്കയിലെ പൗരപ്രമുഖനായ സുമുഖനായ വലിയ ബിസിനസ്സുകാരനാകുന്ന നല്ല സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ വന്നു. ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്ന് കല്യാണം ആലോചിച്ചു.
അബൂ തൽഹ എന്ന് പറയുന്ന വ്യക്തി വന്നുകൊണ്ട് കല്യാണം ആലോചിച്ചു. അന്ന് അദ്ദേഹം ഇസ്ലാമായിട്ടില്ല, മുസ്ലിമായിട്ടില്ല. ഉമ്മു സുലൈം ബഹുമാനപ്പെട്ടതാകുന്ന മഹദി അവറുകൾ വന്നടക്കൽ ഉമ്മു സലമയുടെ അടുക്കൽ വന്നുകൊണ്ട് കല്യാണാലോചന നടത്തിയപ്പോ മഹദി അവറുകൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ക്വാളിറ്റി നിങ്ങളിലില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ മറുപടി കൊടുത്തു, മറ്റൊന്നുമല്ല, നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം മതം പുൽകിയവനല്ല, നിങ്ങളിൽ ഈമാനില്ല. നോക്കൂ നിങ്ങൾ, ഈമാനിനെയാണ് ആ പെണ്ണ് ഏറ്റവും വലിയ മാറ്റായി കണ്ടത്. ബാക്കിയൊക്കെ ഉണ്ട്, ദുനിയാവാകുന്ന എല്ലാം അവന്റെ കയ്യിലുണ്ട്. സമ്പത്ത് അതിസമ്പന്നനാണ്, മക്കയിലെ ഏറ്റവും വലിയ പൗരപ്രമുഖനാണ്. നല്ല സുഖകരമായ ജീവിതം നയിക്കാം. വിധവയായ പെണ്ണിനെ ഏറ്റെടുക്കാൻ ആരും വരൂല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറായതാകുന്ന അബൂ തൽഹയോട് പറയുന്നു, മുഖമടച്ച ഒറ്റ വർത്തമാനം, നിങ്ങൾ സുന്ദരനാണ്, സുമുഖനാണ്, ചെറുപ്പക്കാരനാണ്, വലിയ സമ്പന്നനാണ്, ബിസിനസ്സുകാരനാണ്, എല്ലാം ശരി, നിങ്ങളോടൊപ്പം ഉള്ള ജീവിതമൊക്കെ സുഖകരമാണ്. പക്ഷെ ഒറ്റ പ്രശ്നം എനിക്കുണ്ട്, നിങ്ങൾ ഈമാൻ പുൽകാത്ത വ്യക്തിയാണ്, അള്ളാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കുകയില്ല. മഹദി അവറുകൾ ഓർമ്മപ്പെടുത്താം. ഈ ഒരു ഈമാൻ, ഉമ്മു സലമയുടെ ഈ ഒരു ഈമാനാണ് നമ്മുടെ മക്കൾക്ക് രക്ഷിതാക്കളായ നാം നൽകേണ്ടത്. ഇന്നത്തെ തലമുറയിൽ അതില്ല. ഇന്ന് ചെറിയൊരു സമ്പത്തുള്ളവനെ കാണുമ്പോൾ അവൻ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, നമ്മുടെ സഹോദരിമാർ മതം മാറി ചിന്തിച്ച് അവനോടൊപ്പം ഒളിച്ചോടി പോകാൻ തയ്യാറാകുന്ന കാലഘട്ടമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെ വലിയൊരു വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. ഹിദായത്ത് കിട്ടാത്തവരായി ഇന്നത്തെ തലമുറകൾ മാറുക. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ടതാകുന്ന ശഹ്ർ ഇബ്നു ഹൗശബ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, മാ അക്സറു ദുആയിക, മാ അക്സറു ദുആയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദകി. അല്ലയോ ഉമ്മു സലമ ബീവിയെ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഏതാണ്? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന മിൻ അക്സരി ദുആഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അധിക പ്രാർത്ഥനയും ഏതെന്നറിയുമോ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹബീബായ നബി തങ്ങൾ എൻ്റെ അടുക്കൽ കടന്നു വന്നാൽ നബി തങ്ങൾ സദാസമയവും അധികരിപ്പിച്ചിരുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ഉമ്മു സലമ ബീവി ലോകത്തോട് വിളിച്ചു പറയുകയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ തിരിച്ചു കളയുന്ന നാഥാ, സബ്ബിത് ഖൽബി അലാ ദീനിക, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തി തരണേ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ദ്വാരക്കലുള്ളത് ഇതായിരുന്നു. ഏത്? എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഹിദായത്ത്, ഈമാന്റെ വെളിച്ചം എനിക്ക് തെറ്റിക്കല്ലേ എന്ന്. ആരാ ദ്വാരുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം ഒരു സെക്കൻഡ് മതി തെറ്റാൻ. നമ്മുടെ മക്കൾക്കോ 24 മണിക്കൂർ തെറ്റിയിട്ടാ ഉള്ളത്. കാരണം ഈമാനില്ലാത്ത പ്രവർത്തനം, ഈമാനും ഇസ്ലാമും ഇല്ലാത്ത പ്രവർത്തനമാണ് ഇന്നത്തെ തലമുറയിൽ വ്യക്തമായി നമ്മുടെ മക്കളിൽ നിഴലിക്കുന്നത്. എവിടെ നോക്കിയാലും. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. മക്കളോടുള്ള രക്ഷകർത്തം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. അവരെ ശ്രദ്ധിക്കണേ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, തങ്ങൾ എന്റെ അടുക്കലാകുമ്പോൾ തങ്ങൾ ഈ ദുആ അധികരിപ്പിക്കാനുള്ള കാരണം എന്താണ്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ തിരിക്കുന്നതായ അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്.
തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യാനുള്ള കാരണം എന്താണ്? അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഭാര്യയാകുന്ന ഉമ്മു സലമയോട് പറയുന്നു, ഉമ്മു സലമ മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ്, അല്ലാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ്. അവന്റെ കൈകളിലാണ് മനുഷ്യന്റെ ഈമാൻ. യുഖല്ലിബുല്ലാഹു ഇലാ മാ ശാഅ. അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മനുഷ്യന്റെ ഹൃദയത്തെ അല്ലാഹു തിരിച്ചു കളയും. ഏത് സെക്കൻഡിനുള്ളിലും ഈമാൻ ഊരപ്പെട്ടു പോകാമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പെട്ടെന്ന് തെറ്റിപ്പോകാം. ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ വന്ന് വിവാഹാലോചന നടത്തി ഒരു പെണ്ണിനോട്. അവൻ മതമില്ല, അമുസ്ലിം സഹോദരനാണ്. ഇവളുടെ ഈമാനിനെ അവൾ അങ്ങോട്ട് ചായാൻ തീരുമാനിക്കുന്നു. കാരണം എനിക്ക് ഈ ദുനിയാവിൽ മതി, ഭൗതികമായ ലോകത്തുള്ള ജീവിതം മതി. അവരുടെ മനസ്സിലെ ചിന്ത അതാണ്. എത്ര സഹോദരിമാരങ്ങനെ പിഴച്ചുപോയി. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ വിടുന്ന രക്ഷിതാക്കൾ പെൺകുട്ടികൾ മാത്രമുള്ള കലാലയങ്ങളെ തന്നെ തിരഞ്ഞെടുത്ത് പഠിക്കാൻ വിടുന്നു. പക്ഷെ അവിടെയും പ്രശ്നം. കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളുമായി +1 പഠിക്കുന്ന പെൺകുട്ടികൾ സ്വവർഗരതി അനുരാഗികളായി മാറുന്ന കാലഘട്ടം. അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് എനിക്കെന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരി മതി എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതായ പെൺമക്കളുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ വിട്ടത് തന്നെ എന്തിനാ? പെൺകുട്ടികൾ മാത്രമുള്ള കലാലയത്തിലേക്ക് എന്തിനാ വിട്ടത്? ഇവൾ ആണിന്റെ കൂടെ ഒളിച്ചോടി പോകാതിരിക്കാനാണ്. അപ്പൊ അതിനേക്കാൾ വലിയ കുരിശായി മാറി. എങ്ങനെ? നേരെ കൊണ്ടുപോയി വിട്ടപ്പോ അവൾ കൂടെ പഠിക്കുന്നതാകുന്ന കൂട്ടുകാരികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് സ്വവർഗരതി അനുരാഗിയായി, ലെസ്ബിയനായി, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നതിനാണ് ലെസ്ബിയൻ എന്ന് പറയുന്നത്. പുരുഷൻ പുരുഷനുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് അത്തരത്തിൽ ജീവിക്കുന്നവർക്ക് ഗേകൾ എന്ന് പറയും. ഇന്ന് നമ്മുടെ തലമുറയിൽ അത് അധികരിച്ചു വരിക. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. ഇന്ന് കേരള ഹൈക്കോടതിയും സുപ്രീം കോടതി അടക്കമുള്ളതാകുന്ന കോടതികൾ പരിപൂർണമായി അനുവാദം കൊടുത്തിരിക്കുകയാണ്. എന്തിന്? സ്വവർഗരതി അനുരാഗികളായി നിലകൊള്ളുന്നതിന്, സൊഡോമിയനായി ജീവിതം നയിക്കുന്നത്. പ്രായപൂർത്തി എത്തിയതായ ആളുകളാണ് എങ്കിൽ സ്ത്രീകളുമായി തന്നെ അത്തരത്തിൽ ബന്ധം വെച്ചുകൊണ്ട് ജീവിക്കുന്നതിന് ഗവൺമെന്റ് പോലും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാലഘട്ടം. അല്ലാഹു മലക്കാക്കട്ടെ. പക്ഷെ പരിശുദ്ധ ഇസ്ലാം ഏറ്റവും പ്രാകൃതമാകുന്ന സമീപനമായി പാശ്ചാത്യ രീതിയായിട്ടാണ് എപ്പോഴും അതിനെ കാണുന്നത്. ഏറ്റവും മോശപ്പെട്ട പണിയായി. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ നീചവൃത്തിയാണത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, ലഅനല്ലാഹു മൻ അമില ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ അമലുകൾ, പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായ, നീചവൃത്തി ചെയ്യുന്നതായ വ്യക്തികൾ ആരുണ്ടോ? സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വയംഭൂ അണിയുന്നതായ സഹോദരിമാരുണ്ടോ? ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ വിടുന്നതായ ചെറുപ്പക്കാർ അത്തരത്തിലുള്ളതാകുന്ന ആളുകളുമായി, കൂട്ടുകാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കേകളായി നില ചെയ്യുന്നതായ അവസ്ഥയുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, തീർച്ചയായും അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവർത്തനം. നമ്മുടെ മക്കൾക്ക് ദീനും ഇസ്ലാമും ഇല്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ പച്ച കുത്തി നടക്കാൻ. ആരെങ്കിലും മസല ചോദിച്ചിട്ടാണോ? മഹല്ലി കാളിയാരുണ്ട്, ഒരു പ്രയോജനമില്ല. ഒറ്റ മസല ചോദിക്കാനില്ല. മസാല ചോദിക്കും. ഉസ്താദ് അടുത്തിരിപ്പുണ്ടെങ്കിൽ ഒരു മസാലയുടെ 2 പീസും കിട്ടേക്കും, അല്ലാതെ മസാല ചോദിക്കാനില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാളിയാർ അടുത്തിരിപ്പുണ്ടെ എന്ത് ചോദിക്കും? 2 പീസും കിട്ടേക്ക്, ചിക്കന്റെ പീസ്, മസാല. മസാല ചോദിക്കുന്നില്ല. നെഞ്ചത്തും അവിടെ ഇവിടെയും കശത്തും ഒക്കെ എന്തിട്ടുണ്ട് നടക്കാൻ? പച്ച ഊത്ത. സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. ഇപ്പൊ കൂടി വരികയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു ശപിച്ച വിഭാഗമാണ് ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗശിമാത്.
ശരീരത്തിൽ പച്ച കുത്തുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. പച്ച കുത്താൻ ആവശ്യപ്പെടുന്നതായ സഹോദരിമാരെ, അതിനുവേണ്ടി നിലകൊള്ളുന്നതായ ചെറുപ്പക്കാരെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തവശിമാത് വന്നാമിസാതി വൽ മുതനമ്മിസാത്. പിരികം ത്രെഡ് ചെയ്യുന്നതായ സഹോദരിമാരില്ലേ, പിരികം ത്രെഡ് ചെയ്യുന്നവരില്ലേ, പ്ലക്ക് ചെയ്യുന്നവരില്ലേ, നിഷിദ്ധമാണ്, ഹറാമാണ്. അല്ലാഹു ശപിച്ചതായ വിഭാഗമാണ് അവരെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു ശപിച്ച വിഭാഗമാണ്. അല്ലാഹു ശപിച്ച പിന്നെ പോയില്ലേ. സർവ്വ അമ്പിയാക്കളുടെയും മലായികത്തുകളുടെയും സജ്ജനങ്ങളുടെയും ശാപം എപ്പോഴും ഉണ്ടാകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു ശപിച്ചതാണ് ഇബ്ലീസിനെ, ലഅനത്തുല്ലാഹി അലൈഹി. നമ്മൾ വരെ മുഅ്മിനീങ്ങൾ പറയുന്നില്ലേ ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസ് എന്ന് കേട്ടാ മതി അപ്പൊ പറയും ലഅനത്തുല്ലാഹി അലൈഹി അല്ലേ. എന്തുകൊണ്ട്? അല്ലാഹു ശപിച്ചാൽ പിന്നെ സർവ്വ അമ്പിയാക്കളും അംഗീകാരം തരുന്നതാകുന്ന ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും അവരെ ശപിക്കും. അല്ലാഹു ശപിച്ച വിഭാഗമാണ് പച്ചകുത്ത്. ശരീരത്തിന്റെ സദാ അവയവങ്ങളിൽ പച്ചകുത്തി നിലകൊള്ളുന്നതായ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, മുസ്ലിം സഹോദരിമാരുണ്ട്. സൂക്ഷിച്ചോ, അല്ലാഹു ശപിച്ച വിഭാഗമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പിരികം ത്രെഡ് ചെയ്യാം. നമ്മളുടെ മദ്ഹബ് ഏതാ? ഷാഫിയാണ്. ഏതാ മദ്ഹബ്? നമ്മുടെ മദ്ഹബ് ഏതാണ്? ഷാഫി അല്ലേ? ഷാഫി മദ്ഹബ്. അത് വേറെ ലോകത്താണ്. ഷാഫി മദ്ഹബ്. ഇവിടെ ശ്രദ്ധിക്കണേ, ഷാഫി മദ്ഹബ് ആകുമ്പോ പിരികം ത്രെഡ് ചെയ്യുന്നതിന്റെ മസല ശരിക്കും മനസ്സിലാക്കണം. വിവാഹം കഴിയുന്നതിന് മുമ്പ് പിരികം ത്രെഡ് ചെയ്യൽ നിഷിദ്ധമാണ്, ഹറാമ് തന്നെയാണ്. ശരിക്കും മനസ്സിലാക്കണേ. എന്നാൽ വിവാഹത്തിന് ശേഷം ഷാഫി മദ്ഹബിലെ ഉലമാക്കൾ ഭർത്താവിന്റെ അനുമതി ഉണ്ടെങ്കിൽ അനുവദനീയമാക്കിയിട്ടുണ്ട്, ജായിസാക്കിയിട്ടുണ്ട്. എന്തല്ല, സുന്നത്തുമല്ല, നിർബന്ധമല്ല. വളരെ ശ്രദ്ധിക്കണേ. പിരികം ത്രെഡ് ചെയ്യുന്ന വിഷയമാണ് ഈ പറയുന്നത്. ഷാഫി മദ്ഹബിൽ ഇപ്പൊ വിവാഹ ആലോചന വന്നു, അപ്പൊ തന്നെ പെണ്ണ് ആരെ വിളിക്കാൻ? ഭർത്താവിനെ വിളിക്കാൻ. ഞാൻ പോയിട്ട് എന്ത് ചെയ്തോട്ടെ? ഭർത്താവ് ആയിട്ടില്ല, വിവാഹ ആലോചന വരുമ്പോഴേ ഇവിടെ എന്ത് തുടങ്ങും? ഫോൺ വിളി തുടങ്ങും. ഫോണാണ്, മൊബൈൽ ഫോൺ, ഐഫോൺ 15 Pro Max പുതിയത് ഇറങ്ങിയതുള്ളൂ. അതാണ് കൊണ്ട് കൊടുക്കുന്നത് പെണ്ണുങ്ങളുടെ കയ്യിലോട്ട്. വിളിക്കാനേ രാത്രി വിളിക്കും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആ വിളി ഹറാമാണ്, ആ വിളി തന്നെ ഹറാമാണ്. ചിലര് പറയാറുണ്ട് അങ്ങനെ വിവാഹത്തിന് മുമ്പ്, കല്യാണത്തിന് മുമ്പ് തന്നെ പിരികം ത്രെഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ ഉസ്താദേ? പറ്റൂല, അത് പറ്റൂല. വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹത്തിന് മുമ്പുള്ള ആ ഫോൺ വിളി തന്നെ നിഷിദ്ധമാണ്, ഹറാമാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം പറ്റുമോ? അനുവദനീയമാണ്. എന്തല്ല സുന്നത്തല്ല, നിർബന്ധവുമല്ല. ആരുടെ അനുവാദം വേണം? ഭർത്താവിന്റെ അനുവാദം വേണം. അനുവാദം ഞാൻ വാങ്ങിച്ചോളാം ഉസ്താദ്. നാളെ രാവിലെ തന്നെ ഭർത്താവിന്റെ ഹൽക്കിന് പിടിച്ച് കുത്തിയിട്ട് നാളെ തുടങ്ങും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത്രയും നാളായിട്ട് ഈ മസല അറിയാൻ വരായിരുന്നു, ഉസ്താദ് പറഞ്ഞോണ്ട് ത്രെഡ് ചെയ്യാതിരിക്കുകയായിരുന്നു. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, മസല പറയുമ്പോൾ തീർത്തു പറയണം, അതിനാണ് അത് പറഞ്ഞത്. എന്നാൽ പച്ച കുത്തുന്ന വിഷയത്തിൽ എന്തില്ല, ഭർത്താവിന് അനുമതി ഉണ്ടാവട്ടെ ഇല്ലാതാകട്ടെ, ആ പരിപാടിയെ പറ്റൂല. ഇന്ന് റീൽസ് ചെയ്യുന്ന കാണാം ഇഷ്ടംപോലെ മുസ്ലിം സഹോദരങ്ങൾ, ചെറുപ്പക്കാരായ ആളുകൾ, സഹോദരിമാർ. എവിടെയൊക്കെയാണ് കുത്തുന്നത്? കയ്യും കാലിലും തൊടയിലും വശത്തിലും അവിടെ ഇവിടെയൊക്കെ പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ പച്ച കുത്തി വെക്കാൻ. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒളൂവിന്റെ അവയവത്തിലൊക്കെ കുത്തിയ എങ്ങനെ ഒളൂ സയ്യാവും? അല്ലാത്ത അവയവങ്ങളിൽ തന്നെ കുത്തുന്ന വിഷയം ഈ പറഞ്ഞത് അല്ലാഹു ശപിച്ച വിഭാഗമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ വലിയ വിഷയമാണ്. പച്ച കുത്തിയ പിന്നെ അത് മായ്ക്കാൻ പറ്റൂല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വേറെ എന്തെങ്കിലും ഒരു പേന വെച്ച് എഴുതി വെക്കുന്നത് പോലെയല്ല. ചിലര് നെഞ്ചത്ത് എഴുതി വെക്കാണ് ഭർത്താവിന്റെ പേര്. 2 ദിവസം കഴിയുമ്പോൾ തലാക്കിൽ വിട്ട് പിന്നെ തീർന്നു. അപ്പൊ ഇപ്പുറത്ത് വേറെ ഭർത്താവിന്റെ പേര്. അതായത് നെഞ്ച് മുഴുവൻ ഭർത്താക്കന്മാരുടെ പേര് കൊണ്ട് നിറഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തിനാണ് ഈ പരിപാടി?
വളരെ ശ്രദ്ധിക്കണേ ഇത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മുതഫല്ലിജാതി ലിൽ ഹുസൻ, പല്ലുകൾ ക്ലിയർ ചെയ്യുന്ന ആളുകൾ അഥവാ പല്ലിന്റെ വിടവുണ്ടാക്കി പല്ലുകളെ രാഗി നല്ല ക്ലീൻ ആക്കി കൊണ്ട് നടക്കുന്ന ആളുകളില്ലേ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റം വരുത്തുന്നതായ ആളുകളില്ലേ, അത് അള്ളാഹു ശപിച്ച വിഭാഗമാണ്. പല്ലുകൊണ്ട് ക്ലീൻ ചെയ്തു, അതല്ല ചിലരുണ്ടല്ലോ വായ്നാറ്റം കാരണം ഹലാക്ക് കൊണ്ടുവന്ന് ക്ലീൻ ആക്കി, അല്ലെങ്കിൽ റൂട്ട് കനാല് ചെയ്തു. ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, പല്ലിന് നല്ലതുപോലെ കേടുപാടുകൾ സംഭവിച്ചാൽ പിന്നെ അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ മതി, അവന്മാരത് കിഴിയിട്ട് ഇതിലേ കൂടെ കയറി മൂക്കിന്റെ അതിലേ കൂടെ തുളയിട്ട് കൊണ്ടുവരും. ആ പരിപാടി റൂട്ട് കനാല് ചെയ്യും. അതൊന്നും തെറ്റൊന്നുമല്ല, അതൊന്നുമല്ല ഈ പറയുന്നത്. മറിച്ച് പല്ല് രാഗി ക്ലിയർ ചെയ്തിട്ട് വിടവുണ്ടാക്കി നല്ല സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് അല്ലേ. അതിനൊക്കെ നിൽക്കാൻ പാടില്ല, അള്ളാഹു ശപിച്ച വിഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചെറിയ ചെറിയ മാറ്റങ്ങളല്ല പറഞ്ഞത്, ഭയങ്കര മോഡേൺ ആക്കാൻ വേണ്ടി നോക്കി നടക്കുക, അതിന്റെ പിറകെ തന്നെ നിൽക്കുക, ഒരിക്കലും അതിസുന്ദരിയായിട്ട് നടക്കണം, അതിസുന്ദരനാകണം എന്ന് പറഞ്ഞ് അള്ളാഹു നൽകിയ ഒരു സൃഷ്ടിപ്പ്, ഒരു ഘടനയുണ്ട്, അത് മാറ്റാൻ വേണ്ടി പരിശ്രമിക്കരുത്, അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മനസ്സിലാക്കണം ഈ ഉമ്മത്ത്, നമ്മുടെ തലമുറകൾ ഇത് വല്ലാതെ കൂടി വരാൻ. മാത്രമല്ല വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു, ലഅനല്ലാഹുൽ വാസിലത വൽ മുസ്തൗസില. കഷണ്ടി ഉള്ളതായ ആളുകൾ, സഹോദര സഹോദരിമാർ, അവർക്ക് മുടി എന്ത് ചെയ്യാ, ആ കഷണ്ടിക്ക് പകരം പ്രത്യേകം ക്രോപ്പ് ചെയ്ത് മുടി വേറെ വെക്കുക, അങ്ങനെ പരിപാടിയാണ് ഇപ്പൊ കൂടി വരികയാണ്. കഷണ്ടിക്കും മരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹൈവേ ഇറങ്ങുമ്പോൾ അവിടെയൊക്കെ ചിത്രം കൊടുക്കുന്നതാണ്. എന്താ സംഭവം ഈ ട്രീറ്റ്മെന്റ്? മുടി കിളുക്കാൻ തലയ്ക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന പരിപാടിയല്ല ഈ പറഞ്ഞത്, മറിച്ച് വേറെ മുടി, വെപ്പുമുടി വെച്ചു കൊടുക്കത്തില്ല, അത് പാടില്ല. അൽ വാസിലത വൽ മുസ്തൗസില, അങ്ങനെ വെപ്പുമുടി വെക്കാൻ വേണ്ടി നിലകൊള്ളുന്നവനും അതിനുവേണ്ടി ആവശ്യപ്പെടുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ ഈ ഉമ്മത്ത് അറിയണം, പ്രത്യേകിച്ച് പുതുതലമുറകൾ അറിയണം. നമ്മുടെ മക്കളൊക്കെ ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ അഡിക്റ്റാണ്. തീർന്നോ? ഇല്ല, ഇനിയും കിടക്കാൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശപിച്ചില്ലയോ, ലഅനല്ലാഹു ഫിൽ ഖംരി ആസിറഹാ വമുഅതസിറഹാ. ആധുനിക ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും ലഹരിക്കടിമപ്പെട്ടതായ യുവതി യുവാക്കളായി മാറിയില്ലേ. അല്ലാഹുവേ, ഞങ്ങളുടെ തലമുറകളെ കാക്കണേ അല്ലാഹ്. ഫിൽ ഖംരി ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ തന്റെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ശപിക്കുകയാ. ഫിൽ ഖംരി, മദ്യത്തിന്റെ വിഷയത്തിൽ, ലഹരിയുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു അത്രേ. ആസിറഹാ വമുഅതസിറഹാ, മദ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ, അതാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവൻ, ഈ രണ്ട് കൂട്ടരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. വസാഖിയഹാ വശാരിബഹാ, മദ്യവും ലഹരിയും ഒക്കെ മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കുന്നതായ ആളുകളില്ലേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവരില്ലേ, അത് കുടിക്കുന്നവരില്ലേ, നുകരുന്നവരില്ലേ, അവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു. തീർന്നില്ല. വസാഖിയഹാ വശാരിബഹാ വഹാമിലഹാ വൽമഹ്മൂലത ഇലൈഹി, ലഹരി കച്ചവടം നടത്തുന്നതായ ആളുകളില്ലേ, അത് ബിസിനസ് ചെയ്തുകൊണ്ട് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നതായ ഡ്രൈവർമാരില്ലേ, വൽ മഹ്മൂലത ഇലൈഹി, ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ലഹരി കച്ചവടം നീ നടത്തുന്നത്, ആര് പറഞ്ഞിട്ടാണോ ഈ സാധനങ്ങളെ കൊണ്ടുപോകുന്നത്, അവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. വൽ മുശ്തരി ലഹാ വൽ മുശ്തറാത ലഹു, ലഹരി പോയി വാങ്ങുന്നവനെയും അത് കച്ചവടം ചെയ്യുന്നവനെയും ആർക്ക് വേണ്ടിയാണോ വാങ്ങിയത് അവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ലഹരി വല്ലാതെ കൂടി വരികയാണ് നമ്മുടെ കാലഘട്ടത്തിൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
ചെറുപ്പക്കാർ ഇപ്പൊ അനുദിനം പത്രം എടുത്ത് പരിശോധിച്ച് നോക്കി, ഇന്നത്തെ പത്രം പരിശോധിച്ച് നോക്കി, ലേറ്റസ്റ്റ് ന്യൂസ് ഇന്നും കാണാൻ സാധിക്കും. ചെറുപ്പക്കാരായ ആളുകളെ ഇന്നവരെ പിടികൂടി എല്ലാ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1-2 രൂപയുടെ അല്ല, കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ, മാരകമാകുന്ന വസ്തുക്കൾ, MDMA, LSD തുടങ്ങിയിട്ടുള്ളതാകുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങൾ, മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ. യുവാക്കളും ഉണ്ട് ആ വിഷയത്തിൽ, യുവതികളും ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈമാൻ ഊരപ്പെട്ട പോലെ, നേരത്തെ പറഞ്ഞതുപോലെ വാപ്പായും ഉമ്മായും മക്കളിൽ എന്താണ് ഉറപ്പിക്കേണ്ടത്? അവരുടെ രക്ഷകർത്താവെന്ന് പറഞ്ഞ് എന്തിന്റെ വിഷയത്തിലാണ്? അവരുടെ ഈമാൻ ഉറപ്പിക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. നമ്മളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവാൻ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഇന്ന ശാരിബൽ ഖംരി യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ലഹരി നുണയുന്നതായ ചെറുപ്പക്കാരായ യുവാവേ, യുവതിയെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. തീർച്ചയായും ലഹരി നുണയുന്നതായ വ്യക്തി ഒരു കവിളുത്തടം വായിലേക്ക് വെക്കുമ്പോൾ തന്നെ അവരിൽ നിന്ന് ഈമാൻ ഊരപ്പെട്ടു പോകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലഹരി നുണഞ്ഞാൽ ഉടനെ ആ സെക്കൻഡിൽ എന്തു പോകും? ഈമാൻ പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്ന് പറഞ്ഞാൽ മോമിനല്ല എന്നർത്ഥം. മോമിനല്ലെങ്കിൽ പിന്നെ അവൻ എന്താണ്? കാഫിർ. ലഹരി നുണയുന്ന സമയത്ത് തന്നെ എന്ത് നമ്മളിൽ നിന്ന് പോകും? ഈമാൻ പോകും. അവൻ ഇട്ടിരിക്കുന്ന നീളക്കുപ്പായം അവന്റെ തലവഴി ഊരപ്പെടുന്നത് പോലെ ഈമാൻ ഊരപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഇട്ടിരിക്കുന്ന നീളക്കുപ്പായം തലവഴി ഊരി കാണിച്ചിട്ട് പറഞ്ഞു, ഹാകദാ ഹാകദാ, ഇപ്രകാരം ഈമാൻ ഊരപ്പെട്ടു പോകുമേ എന്നും ഹബീബുനാ റസൂലുള്ളാഹി. നബിതങ്ങൾ ഇട്ടിരിക്കുന്ന നീളക്കുപ്പായം ഇങ്ങനെ തലവഴി ഊഴി കാണിച്ചിട്ട് പറഞ്ഞു, ഹാക്കഥ, ഇതേപോലെ കള്ളു കുടിക്കുന്നവരിൽ നിന്ന്, ലഹരി നുണയുന്നവരിൽ നിന്ന് ഈമാൻ ഊരപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ നമ്മുടെ തലമുറകൾ, പുതിയ മക്കളുടെ അവസ്ഥ എന്താ? നിങ്ങൾ തന്നെ ചിന്തിക്കാൻ. എന്താണ് അവിടെ അവസ്ഥ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഇന്ന ശാരിബൽ ഖംരി യമൂതു കഅബിദിൽ ലാത വൽ ഉസ്സാ. ലാത്തയും ഉസ്സയും എന്ന് പറയുന്ന മക്ക മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നതായ ബിംബങ്ങളെ ആരാധിച്ചിരുന്ന മക്ക മുശ്രിക്കീങ്ങളില്ലേ, അവർ ചത്തുപോയതുപോലെ എന്റെ ഉമ്മത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് കള്ളു കുടിക്കുന്നതായ വ്യക്തികൾ, ലഹരി നുണയുന്ന ചെറുപ്പക്കാർ, യുവാക്കൾ, അവർ കാഫിറായി ചത്തുപോകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അൽ അംറു ഉമ്മുൽ ഖബായിസ്, എല്ലാ തെറ്റുകളുടെയും മാതാവാണ് ലഹരി. അതുകൊണ്ട് പരിപൂർണമായി ഉപേക്ഷിക്കണേ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. ഈ ദുനിയാവിൽ ലഹരിയെ ജീവിതത്തിലേക്ക് അടിറ്റാക്കി വെച്ചതായ ചെറുപ്പക്കാരില്ലേ, മാതാവും പിതാവും പോലും അറിയാതെ രഹസ്യമായി ലഹരി ഉപയോഗിക്കുന്നതായ മക്കളില്ലേ, എത്രയെത്ര മുസ്ലിം ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരികളാണ് ക്യാമ്പസുകളിൽ നിന്ന് തുടങ്ങി വെച്ചതായ ശൈലികളാണ് ഇന്നും ജീവിതത്തിൽ അതിന് അടിത്തല്ലേ, അടിത്തല്ലേ. എത്ര സമ്പത്താണ് പെങ്ങളെ അതിനു വേണ്ടി ചെലവഴിച്ചത്.
കളഞ്ഞത്? എത്ര സമ്പത്താണ് നീ നശിപ്പിച്ചത്? എത്ര സമാധാനമാണ് വീട്ടിലില്ലാതാക്കിയത്? ഏതെല്ലാം ഭർത്താക്കന്മാരാണ് കള്ള് കുടിച്ചുകൊണ്ട് ലഹരി നുണഞ്ഞ് വീട്ടിൽ വന്ന് പ്രശ്നങ്ങളാണ്. അടിയാണ്, വഴക്കാണ്, തൊഴിയാണ്, ശകാരമാണ്, ചീത്തവിളിയാണ്, ത്വലാഖിലേക്ക് എറിയപ്പെട്ട ജീവിതമാണ്. സമാധാനമില്ല, ശാന്തിയില്ല. അസമാധാനത്തിന്റെ വക്താക്കളായി എത്രയെത്ര മുസ്ലിം പെൺകുടികൾ കഴിയുകയാ. നഊദു ബില്ലാഹ്. 1400 വർഷം മുമ്പ് തന്നെ പരിശുദ്ധമായ ഇസ്ലാം അതിശക്തിയുക്തം എതിർക്കുകയാണ്. ഫജ്തനിബൂ. പിശാചിന്റെ ദുർമന്ത്രമാണ് ലഹരി എന്ന് പറയുന്നത്. അത് പരിപൂർണമായി മുഅ്മിനീങ്ങളെ നിങ്ങൾ ഒഴിവാക്കണേ. നിങ്ങൾ ഒഴിവാക്കിയാൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ പരിപൂർണമായി വിജയിക്കുമേ. പൂർണ്ണമായി വിജയിക്കും. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കള്ളു കുടിച്ചുകൊണ്ടിരുന്ന ഏതാനും ചില വ്യക്തികൾ അവർ ഉടനെ തന്നെ പറഞ്ഞു അനസ് റളിയല്ലാഹു അൻഹുവിനോട്, അനസേ അഹ്രിക് ഹാദിഹിൽ ഖിലാലാ. ഈ മദ്യത്തിൻ്റെതാകുന്ന ചഷകങ്ങൾ, ഈ മദ്യത്തിൻ്റെതാകുന്ന വലിയ കള്ളിന്റെ വീപ്പകൾ ഒഴിച്ചു കളയണേ അനസേ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ കൽപ്പന വന്നത് കണ്ടില്ലേ? പരിപൂർണമായ കള്ള് വേണ്ട എന്ന് വെക്കുകയാണ്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ കള്ളിലും കഞ്ചാവിലും ലഹരിയിലും ഒക്കെ അടിമപ്പെട്ടിരുന്ന ജനസമൂഹത്തെ സൽമാർഗികളായ കൊണ്ടുവരുകയാണ്. സന്മാർഗത്തിന്റെ ശാദ്വര തീരത്തേക്ക് എത്തിക്കുകയാ. അതിന്റെ പര്യവസാനമാണ് അവർ കള്ളിന്റെ വീപ്പകൾ മദീനയിൽ മറിച്ചിടുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിൽ ഒരു വലിയ പുഴ തന്നെ രൂപപ്പെടുകയാണ്. മദ്യത്തിന്റെ ചഷകങ്ങൾ, മദ്യത്തിൻ്റെതാകുന്ന വീപ്പകൾ നിലത്തേക്ക് മറിച്ചിട്ടതിന്റെ കാരണത്താൽ മദീനയിലെ തെരുവിലൂടെ മദ്യമിതാ ഒഴുകുകയാണ്. അല്ലാഹു പറഞ്ഞതല്ലേ, പ്രവാചകൻ എതിർത്തതല്ലേ, വിശുദ്ധ ഇസ്ലാമിന്റെ നിയമമല്ലേ. ഇനി ഞങ്ങൾക്ക് ലഹരി വേണ്ട. മാതാപിതാക്കളെ തിരിച്ചറിയാൻ സാധിക്കാത്ത സ്വന്തം മക്കളെ പോലും കള്ളു കുടിച്ചാൽ വ്യഭിചരിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് ബുദ്ധിയെ മരവിപ്പിക്കുന്ന നിലയിൽ എത്തിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ഞങ്ങൾക്ക് മദ്യം വേണ്ട, ലഹരി വേണ്ട. എത്രയെത്ര ചെറുപ്പക്കാരാണ് ലഹരി നുണഞ്ഞിട്ട് സ്വന്തം മാതാവിനെ കയറി പിടിക്കാൻ വന്നവരില്ലേ? മാതാവ് കഴുത്തിനെ പിടിച്ച് നെരിച്ച് കൊന്നുകളഞ്ഞില്ലേ? തിരുവനന്തപുരം ജില്ലയിൽ നാദിറ എന്ന പേരുള്ളതാകുന്ന മുസ്ലിം സഹോദരി, അവർ സ്വന്തം മകനെ കഴുത്ത് നെരിച്ച് കൊല്ലുകയാണ്. എന്തിനാണ് നിങ്ങൾ കൊന്നത് എന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട്, വലിയ ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് ഉമ്മയോട് ചോദിക്കുമ്പോ നാദിറ എന്ന പേരുള്ള 37 വയസ്സുള്ളതാകുന്ന ഉമ്മ പറയുകയാ, എന്റെ മകനെ ഓർത്തുകൊണ്ടാണ് ഞാൻ കൊന്നത്. എന്റെ മകൾക്ക് ഭീഷണിയാകുമെന്ന് കരുതി ഞാൻ കൊന്നതാണ്. സാറന്മാരോട് വിളിച്ചു പറയുകയാണ്, എനിക്കൊരു മകനും മകളുമാണുള്ളത്. എന്റെ മകൻ മാനഭംഗപ്പെടുത്തുമോ എന്ന് ഞാൻ ഭയന്നുപോയി. കാരണം അവൻ എല്ലാ ദിവസവും ലഹരി കുടിക്കുന്നവനാണ്. ഒരു ദിവസം എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ എവിടെയോ കണ്ടിട്ട് എന്നെ കയറി പിടിക്കാൻ വേണ്ടി കടന്നു വന്നു. അന്ന് തന്നെ ഞാൻ മനസ്സിൽ ഓങ്ങിവെച്ചതാണ്, അവൻ കള്ളു കുടിച്ചുകൊണ്ട് ശയ്യവലംബിച്ച സമയത്ത് അവന്റെ കഴുത്ത് നെരിച്ച് ഉമ്മ തന്നെ കൊന്നുകളയുകയാണ്. കാരണം നാളെ എന്നെ മാനഭംഗപ്പെടുത്തുന്നെന്ന് മാത്രമല്ല, സ്വന്തം സഹോദരിയെ പോലും ഇവൻ പീഡിപ്പിക്കാൻ കാരണമാകുമേ. അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷം മുമ്പ് പറയുകയാണ്, യഖഉ അലാ ഉമ്മിഹി
വഅലാ ഖാലതിഹി വഅലാ ഉഖ്തിഹി. കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തനായവൻ അവൻ സ്വന്തം മാതാവിനെ വിഭജിക്കാൻ തയ്യാറാകും, സ്വന്തം കൊച്ചുമ്മയെ വിഭജിക്കാൻ തയ്യാറാകും, സ്വന്തം സഹോദരിയെ വിഭജിക്കാൻ തയ്യാറാകും. കാരണം സ്വന്തം ഭാര്യ ഏതാണ്, സ്വന്തം മാതാവ് ഏതാണ് എന്ന് തിരിച്ചറിയാത്തവർ ലോകത്തേക്കാണ് അവൻ പോകുന്നത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ മുഅ്മിനത്തേ, ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവണതയിൽ പെട്ടതാണ് ലഹരി നുണയലെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലഹരി നുണഞ്ഞാൽ സെക്കൻഡിനുള്ളിൽ തന്നെ ഈമാൻ പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വഇന്ന ശാരിബൽ ഖംരി യജീഉ യൗമൽ ഖിയാമ മുസവദ്ദൻ വജ്ഹുഹു. ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞതായ വ്യക്തി നാളെ ആഖിറത്തിൽ അള്ളാന്റെ ദർബാറിലേക്ക് വരുന്നത് മുഖം കറുത്തവനായിട്ടാണ്. ഇവിടെ നല്ല വെളുത്ത് വെളുവളാന്നിരുന്നവനാ, നല്ലതുപോലെ അടിക്കും, എല്ലാ ദിവസവും ഇച്ചിരി അടിക്കും. അങ്ങനെയുണ്ട് ചില ആളുകൾ. യോഗത്തിനൊക്കെ പോകുമ്പോൾ 10 പേരുടെ മുന്നിൽ വർത്താനം പറയണമെങ്കിൽ ഇച്ചിരി അടിച്ചിട്ടേ പോവുള്ളൂ. കാരണം അവിടെ പോയി പറക്കാതെ പറയണമെങ്കിൽ താൻ ഇച്ചിരി ഉള്ളിച്ചെല്ലാം. നമ്മുടെ കൗമിൽപ്പെട്ടവര് തന്നെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. 10 പേരുടെ മുന്നിൽ ഭയങ്കര മാന്യന, ഞാനൊന്നും അടിക്കുന്നില്ല എന്നുള്ള സ്റ്റൈലിൽ നിൽക്കും. എന്നിട്ട് നല്ല മൗത്ത് വാഷ് ഒക്കെ ചെയ്ത് റാഹത്തായിട്ടാ പോയി യോഗത്തിനിരിക്കുക. വിറയ്ക്കാതെ പറയണം, ഡയലോഗ് പറയും, തെറ്റണമെങ്കിൽ എന്ത് വേണം, ഇച്ചിരി അടിക്കണം. അങ്ങനത്തെ ആളുകൾ എല്ലാവരും അല്ല, അങ്ങനെയുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. രഹസ്യമായിട്ട് അങ്ങനെ നിൽക്കുന്ന ആളുകൾ 10 പേരുടെ മുന്നിൽ ഭയങ്കര ഗമയിലൊക്കെ ഇരിക്കും, ആയത്തും ഹദീസും ഒക്കെ വലിയ സംഭവമായിട്ടൊക്കെ പറയും. പക്ഷെ രഹസ്യമായിട്ട് ഇതൊക്കെ തന്നെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ, സാധനം ഇങ്ങനെ തിരിക്കും വെച്ചിട്ട് വാലിന്റെ സാഹസി വന്ന് റാഹത്തായിട്ട് വന്നിരിക്കും. അങ്ങനത്തെ ചെറുപ്പക്കാരും ഉണ്ട്. കുറച്ചുനേരം ഇങ്ങനെ കറങ്ങി കറങ്ങിയിരിക്കും ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. മനസ്സിലായിക്കോ, ഈമാൻ തെറ്റിപ്പോകും. ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞവൻ ഈമാനില്ലാതെ മരിച്ചു പോകും. അതിനാണ് ഇപ്പൊ ഹദീസ് ഓതിയത്. ഇനി നാളെ മഹ്ശറയിലേക്ക് അവനെ കൊണ്ടുവരുന്ന ലോകം, അവന്റെ രൂപം എങ്ങനെയായിരിക്കും നാം മനസ്സിലായിക്കോ. മുഖം വല്ലാതെ കറുത്തിട്ടായിരിക്കും വരിക. നീട്ടുന്നില്ല കേട്ടോ, ചുരുക്കി പറയാ. وإن شارب الخمر يجيء يوم القيامة مسودا وجهه. മുഖം കറുക്കപ്പെട്ടവനായിട്ടാണ് നാളെ മഹ്ശറയിലേക്ക് അവനെ എത്തിക്കപ്പെടുക. മുദ്ലിഗൽ ലിസാനുഹു, മുദ്ലിഗൽ ലിസാനുഹു. അവന്റെ നാവ് പുറത്തേക്ക് നീട്ടിയിട്ടുണ്ടാകുമത്രേ. യസീലു ലുആബുഹു. ആ നാവിൽ നിന്ന് പേപിടിച്ച നായയുടെ നാവിൽ നിന്ന് ഇളയിറ്റ് വീഴുന്നത് പോലെ ഉമനീര് നെഞ്ചിലേക്ക് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. മുഖം കറുത്ത് നാക്ക് വെളിയിലേക്ക് നീട്ടിയിട്ട് പേപിടിച്ച നായയുടെ നായിൽ നിന്ന് ഇളയിറ്റ് വീഴുന്നത് പോലെ ഉമനീരിങ്ങനെ ഇറ്റിറ്റ് നെഞ്ചിലൂടെ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വരും. അപ്പൊ മനസ്സിലായിക്കോണം, ഇവൻ ആരാണ്? ദുനിയാവിൽ നല്ല സാധനം അടിച്ചുകൊണ്ടിരുന്നവനാണ് എന്ന് മനസ്സിലായിക്കോണം. മഹ്ശറ വരുന്ന കോലമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കള്ളൂടിയന്മാരെ പ്രത്യേകം അറിയാം, മാറ്റി നിർത്തുമൊന്നും വേണ്ട, അവരെ കാണുമ്പോഴേ അറിയും. കാരണം എങ്ങനെയാ വരിക? നാക്ക് വെളിയിലേക്ക് നീട്ടി മുഖം വല്ലാതെ കറുത്ത രൂപം. ദുനിയാവിൽ വെളുത്തായിരിക്കും, പക്ഷെ അവിടെ നല്ല കറുകറുത്ത രൂപം. നാക്കിൽ നിന്ന് ഇങ്ങനെ ഉമനീരിറ്റിറ്റ് വീണ് നെഞ്ചിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങി ആര് കണ്ടാലും വെറുക്കും. വല്ലാത്തൊരു രൂപത്തിലാവും. അല്ലാഹു ആക്കട്ടെ. മുഖം തന്നെ കറുക്കാന്ന് പറഞ്ഞ മനസ്സിലായല്ലോ. മുസ്വദ്ദൻ, വല്ലാതെ കറുക്കുമെന്നാണ്, അല്ല ചെറിയ കറുപ്പല്ല. ആര് കണ്ടാലും പേടിക്കും. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യസീലു ലുആബുഹു വയഖദിറുഹു കുല്ലു മൻ റആ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ അവന്റെ നാവിൽ നിന്ന് ഇളയിട്ട് വീഴുന്നവരായി മഹ്ശറയിലേക്ക് കടന്നു വരുന്നതായി മനുഷ്യനെ കാണുമ്പോ എല്ലാവരും വെറുക്കുകയാണ്. അവനെ കാണുന്ന സർവരും ആട്ടി ഓടിക്കുമേ വെറുക്കുമേ എന്ന് പരിശുദ്ധ തിരുനബി
മുഹമ്മദ് മുസ്തഫ. ഒരാളും ഉണ്ടാവൂല രക്ഷിക്കാൻ, മനസ്സിലായിക്കും, ഒരാളും രക്ഷിക്കാനുണ്ടാവൂല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് തുണയില്ലാത്ത സ്ഥലമാണ് മഹ്ശറ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഒരാൾ പോലും നിനക്ക് തുണയുണ്ടാവൂല, ഒരാളും രക്ഷിക്കാനുണ്ടാവൂല. ഈ ദുനിയാവിൽ കള്ള് വാങ്ങിച്ചു തന്നവനോ, ലഹരി പരിചയപ്പെടുത്തി തന്നവനോ, നിന്റെ കൂട്ടുകാരനോ, സിഗരറ്റ് വാങ്ങിച്ചു തന്നവനോ, ഒറ്റ ഒരുത്തരും നാളെ മഹ്ശറയിൽ നിന്നെ രക്ഷിക്കാനുണ്ടാവും. വലാ തസിറു വാസിറത്തുൻ വിസറ ഉഖറാ, ഈ ദുനിയാവിൽ നിനക്ക് സഹായികളായി കൂട്ടാളികളായി നിലകൊണ്ടതായ ഒരാൾ പോലും നാളെ മറ്റൊരാളുടെ പാപഭാരങ്ങൾ ചുമക്കുകയില്ല. ഈ ദുനിയാവിൽ നിന്റെ ലഗേജ് പിടിച്ചോണ്ടൊക്കെ 10 മിനിറ്റൊക്കെ നടന്ന ആൾക്കാരുണ്ടാവും. നീ അങ്ങോട്ട് പോവാണ്, ഗൾഫിൽ നിന്ന് വന്നപ്പോ നിന്റെ ലഗേജ് എടുത്തവൻ, ഗൾഫിലേക്ക് പോകാൻ പോയി നിന്റെ ലഗേജ് എടുത്തവൻ, കണ്ണൂർ എയർപോർട്ടിലേക്ക് നിന്നെ കൊണ്ടാക്കിയിട്ട് നിന്റെ ലഗേജ് ഒക്കെ ചുമന്ന് റാഹത്തായിട്ട് കൊണ്ട് തന്നവൻ, ഒരുത്തന് അവിടെ നിന്റെ പാപഭാരങ്ങൾ ചുമക്കാനില്ല. മനസ്സിലായിക്കോ, മഹ്ശറ വേറെയാ, ദുനിയാവ് പോലെയല്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഓർമ്മപ്പെടുത്തിയത്, നാളെ ആഖിറത്തിലെത്തുമ്പോ ദുനിയാവിൽ നിനക്ക് തെറ്റുകളിലേക്ക് കൊണ്ടുപോയതായ ആളുകളെ അല്ലാഹു കാണിച്ചു തരുകയാണ്. യുബസ്സറൂനഹും, ഈ ദുനിയാവിൽ നിന്നെ ഈമാനിനെ തൊട്ട് വഴിപിഴപ്പിച്ചതായ ആളുകളെ നാളെ മഹ്ശറയിൽ അല്ലാഹു കാണിച്ചു തരുമേ. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. ഈ ദുനിയാവിൽ നിന്നെ വഴിപിഴപ്പിച്ചതായ, ഈമാനിനെ തൊട്ട് നിന്നെ അകറ്റി നിർത്തിയതായ ആളുകളെ നാളെ അല്ലാഹു നരകത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കാണിച്ചു തരുമ്പോ, നരകത്തെ നേർക്ക് നേരെ കണ്ടുകൊണ്ട് ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നടന്നതായ വ്യക്തികൾ, ഈ ദുനിയാവിൽ വിചരിച്ചുകൊണ്ട് നടന്നതായ സഹോദരിമാർ, ഈ ദുനിയാവിൽ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോൾ മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്തിയതായ ചെറുപ്പക്കാരില്ലേ, ഭർത്താവിന്റെ സൗന്ദര്യം പോയപ്പോ മറ്റുള്ള പരപുരുഷന്മാരുമായി ബന്ധം പുലർത്തിയതായ മുസ്ലിം അംഗമാരില്ലേ, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നരകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോ, നരകം നേർക്ക് നേരെ കണ്ട് അതിന്റെ ഭീകരമായ രൂപങ്ങൾ നേർക്ക് നേരെ കാണുമ്പോ ഓരോ തെമ്മാടികളും അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുമത്രേ, ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്റെ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ നൽകാം അല്ലാ, ഈ നരകത്തിലേക്ക് എന്നെ നീ പ്രവേശിപ്പിക്കല്ല അല്ലാ. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകം കൺമുന്നിലേക്ക് മലായികത്തുകൾ വലിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ നരകത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വിചാരണ ചെയ്യുന്നതായ ഘട്ടത്തിൽ ഈ ഭൗതിക ലോകത്ത് അടിച്ച് പൊടിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞോടിയതായ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ, ഞാൻ നിസ്കരിച്ചവനല്ല, നോമ്പ് പിടിച്ചവനല്ല, ഞാൻ സകാത്ത് കൊടുത്തവനല്ല, ഞാൻ ഹജ്ജ് ചെയ്തവനല്ല, ഞാൻ പാവങ്ങളുടെ കണ്ണീരൊപ്പിയവനല്ല, ഞാൻ മുത്തഅല്ലിമീങ്ങൾ കത്താണിയായി വർത്തിച്ചവനല്ല, ഞാൻ കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനാണ് അല്ലാ, ഞാൻ ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നവനാണ് റബ്ബേ.
എന്റെ സമ്പത്ത് കൊണ്ട് ഗാനമേള ട്രൂപ്പുകൾക്ക് ഉപകരിച്ചിട്ടുണ്ട്. എന്റെ സമ്പത്ത് കൊണ്ട് ഭൗതിക ലോകത്ത് ആഡംബരങ്ങൾ, ആസ്വാദനങ്ങൾക്ക്, പാർക്കുകൾക്ക്, മാളുകൾക്ക് ഞാൻ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചവനാണ് അല്ലാ. എന്റെ സമ്പത്ത് കൊണ്ട് പാവങ്ങൾക്ക് ഒരു നയാ പൈസയുടെ ഗുണമുണ്ടായിട്ടില്ല അല്ലാ. നരകത്തിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ്, ഉറപ്പാണ്. നരകം നേർക്കെതിരെ കണ്ടു നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് അവൻ വിളിച്ചു പറയുന്നു, റബ്ബേ ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ. എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയരുത് അല്ലാ. എന്റെ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ നരകത്തിലിടാൻ എനിക്ക് പകരമായി നൽകാം അല്ലാ. വാപ്പയും ഉമ്മയും പറയുന്ന രംഗമുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ. കാരണം നരകത്തിന്റെ സൃഷ്ടിപ്പ് അത്രമേൽ ഭയാനകമാണ്. നരകം മഹ്ശറയിലേക്ക് വരുന്നതും വലിയ കഠോരമാണ്. നരകത്തിൻ്റെതാകുന്ന തീജ്വാലകൾ പുറത്തേക്ക് തെറിച്ചു വീരുന്നത് കണ്ടിട്ട് പേടിച്ചരണ്ടതാകുന്ന മനുഷ്യൻ ആ സമയത്ത് വിളിച്ചു പറയുകയാ, വസാഹിബതിഹി വഅഖീ. എനിക്ക് പകരമായി നരകത്തിലേക്ക് എറിയാൻ എന്റെ മകനെ നൽകാം അല്ലാ, എന്റെ ഭാര്യയെ നൽകാം അല്ലാ, എന്റെ ഭർത്താവിനെ നൽകാം അല്ലാ, എന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ നൽകാം അല്ലാ. തീർന്നില്ല, തീർന്നില്ല. വഫസീലതിഹില്ലതി തുവീ. എനിക്ക് താങ്ങായി തണലായി എന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നിലകൊണ്ടിട്ടുള്ള മാതാപിതാക്കളില്ലേ, അവരെ വേണമെങ്കിൽ എനിക്ക് പകരമായി നരകത്തിൽ എറിഞ്ഞുകൊള്ളുക അല്ലാ. എന്നാലും എന്നെ നീ നരകത്തിൽ എറിയരുത് റബ്ബേ എന്ന് നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് മാതാപിതാക്കൾ വിളിച്ചു പറയുന്ന രംഗമാണ്. വമൗഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. ലോകത്തുള്ള ആരെ വേണമെങ്കിലും നീ പറഞ്ഞാൽ അവരുടെ കാലിൽ പിടിച്ചുകൊണ്ട് നരകത്തിൽ എറിയാൻ ഞാൻ കൊണ്ടുവരാം അല്ലാ. എന്നെ നരകത്തിലേക്ക് ഇടരുത് അല്ലാ. സ്വന്തം കാര്യം മാത്രം രക്ഷപ്പെടുത്തിയെടുക്കാൻ മാതാപിതാക്കൾ വ്യഗ്രത കാണിക്കുന്ന സ്ഥലമാണ് മഹ്ശറ. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവനാണോ, ലഹരി നുണഞ്ഞവനാണോ, മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവർക്ക് കേവലം ഭക്ഷണ കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിലെത്തിയവനാണോ, ആഖിറത്തിൽ കൈകടിക്കേണ്ടി വരുമേ പ്രിയപ്പെട്ട വാപ്പാ. ആഖിറത്തിൽ നഷ്ടപ്പെടുക്കേണ്ടി വരുമേ പ്രിയപ്പെട്ട ഉമ്മ. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കളിച്ചും രസിച്ചും കഴിച്ചു കൂട്ടിയിട്ട് സ്വന്തം മക്കൾക്ക് വേണ്ട ദീനീ ബോധം കൊടുക്കാതെ, ദീനീ നിഷ്ഠയിൽ മക്കളെ വളർത്താതെ, മദ്രസയിലേക്ക് പറഞ്ഞു വിടാതെ, ഹിഫ്ളിന്റെ കലാലയങ്ങളിലേക്ക് പറഞ്ഞു വിടാതെ, ദറസിന്റെ മേഖലയിലേക്ക് മക്കളെ തിരിച്ചു വിടാതെ, ഭൗതിക ലോകത്തേക്ക് മാത്രം ഉന്നം വെച്ചുകൊണ്ട് ജീവിച്ചവരെ നരകത്തെ തൊട്ടുള്ള രക്ഷപ്പെടുത്തൽ മക്കളിൽ പ്രായോഗികമായി നടപ്പിൽ വരുത്താത്തതായ രക്ഷിതാക്കളെ നാളെ ആഖിറത്തിൽ വ്യസനിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. എന്നെ ഒഴിച്ച് വേറെ ആരെ വേണമെങ്കിലും പറഞ്ഞു റബ്ബേ നരകത്തിലേക്ക് എറിയാൻ നൽകാം അല്ലാ എന്ന് പറയുമ്പോ അല്ലാഹ് പറയുകയാണ്, കല്ലാ, വേണ്ടടാ, വേണ്ടടാ, കല്ലാ ഇന്നഹാ ലളാ. കാണുന്നത് ലളാ എന്ന നരകമാണ്, നരകമാണ്. 7 നരകങ്ങളുണ്ടത്രേ. ജഹീം എന്നത് നരകമാണ്, ലളാ എന്നുള്ളത് നരകമാണ്, ജഹന്നം എന്നുള്ളത് നരകമാണ്, ഹാവിയ എന്നുള്ളത് നരകമാണ്, ഹുത്തമ എന്നുള്ളത് നരകമാണ്. അതേപോലെ ഒരു നരകമാണ് ലളാ എന്ന നരകം. ആ നരകത്തിനുള്ളിലേക്ക് കടക്കുക, കടക്കുക. നസാഅത്തൽ ലിശവാ.
നസാഅതൻ ലിശവാ നസാഅതൻ ലിശവാ. നിന്റെ തലച്ചോറ് പൊരിച്ചെടുക്കുമത്രേ, കരിച്ചെടുക്കുമത്രേ, ചുട്ടെടുക്കുമത്രേ. ആ നരകത്തിലേക്ക് കടന്നു ചെന്നാലെങ്കിലെന്ന് വിശുദ്ധമായ ഖുർആൻ.